എല്ലാവർക്കും ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര എനർജി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വലിയ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് വലിയൊരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കേട്ടോ. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇതിനെ പറ്റിയിട്ട്. എന്തായാലും നമുക്ക് കാണാം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ഉള്ളിയുടെ പുറന്തോടുണ്ടല്ലോ, അതിൽ ഒരു ചെറിയ സ്ലൈസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സ്ലൈസോ എന്താ ഇതിന് പറയുന്നത്? എന്തോ ഒന്ന് കഷ്ണം തോല്. അത് ഞാനിവിടെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് എന്താ വേണ്ടത്? യെസ്, കുരുമുളക് പൊടി. പിന്നെന്താ വേണ്ടത്? ഉപ്പ്, വെളിച്ചെണ്ണ വേണം. അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചു. ഇനി ഞാൻ ഒരു പാത്രം അടുപ്പിലോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് എല്ലായിടത്തോട്ടും ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് തുറന്ന് വെക്കട്ടെ. അയ്യോ, എൻ്റെ അമ്മ. അത് ചൂടായിട്ടുണ്ട്. അയ്യോ, പ്രധാനപ്പെട്ട ഒരു സാധനം എടുത്തില്ല. ഒരു സാധനം എടുക്കാം. അപ്പോൾ അതേ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയുടെ തോല് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ മുട്ട നമുക്ക് ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഒരൽപ്പം കുരുമുളക് പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം. ഓക്കെ, വെക്കിരുന്നോട്ടെ, നോ പ്രോബ്ലം. ഒരൽപ്പം ഉപ്പ് കൂടെ വിതറി കൊടുക്കുവാണ്. യെസ്, ഓക്കെ ഗൈസ്, റെഡി ആയിരിക്കണം ഗൈസ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വൈറ്റ് ഉണ്ടല്ലോ, അതായത് നമുക്ക് പയ്യെ ഇങ്ങനെ അങ്ങ് മാറ്റാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഞാനിതിങ്ങനെ എടുത്തിട്ട് നമ്മളുടെ സെർവിങ് പ്ലേറ്റിലോട്ട് ഇടാം. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇനിയാണ് നമ്മൾ കുറച്ച് ടഫായിട്ടുള്ളൊരു സംഭവം ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ ചൂടായ ചട്ടിയിലേക്ക് അടുത്തൊരു മുട്ട പൊട്ടിക്കുകയാണ്. ഇങ്ങനെ അങ്ങ് ഉടയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിക്കുക. ഇങ്ങനെ തന്നെ ഒഴിക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ആ ഒരു ഭംഗിക്ക് വരുള്ളൂ. കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരന്ന് വളരെ നൈസായിട്ടിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് അങ്ങനെയൊക്കെ പരത്താം. അയ്യോ, ഇനി പെട്ടെന്നായിരിക്കണം. വളരെ ടഫുള്ളൊരു കാര്യമായതുകൊണ്ട് വേഗം ഇച്ചിരി കുരുമുളക് പൊടി അങ്ങോട്ട് തൂവി കൊടുക്കാം. ഉപ്പും കൂടെ അങ്ങ് വേദന കൊടുത്താൽ കഴിഞ്ഞു.
നമ്മളിതങ്ങ് നമ്മുടെ സെർവിങ് ബൗളിലോട്ട് അങ്ങ് എടുത്തിടാം. യെസ്, അങ്ങനെ നമ്മുടെ അത്യാധുനിക വിഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ വളരെ വിശിഷ്ടമായൊരു പേരാണ് ബുൾസൈ എന്ന് പറയും. മലയാളത്തിൽ ഇതിനെ കാളക്കണ്ണ് എന്നും പറയുന്ന ആളുകളുണ്ട്. എന്നെ തല്ലണ്ട. എന്തായാലും നമുക്കിത് തിന്നു നോക്കാം. ഓക്കെ, ആദ്യം നമുക്കിത് എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞുതരാം. എന്തായാലും ഇതൊക്കെ ഡെക്കറേഷൻ വെച്ചത് കാരണം ഞാൻ ഇച്ചിരി ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞങ്ങ് ഒഴിക്കാൻ പോണേ. ഒരു 2-3 ചൊട്ട് ചെറുനാരങ്ങ ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ അങ്ങ് എടുക്കാം. വാ, സൂപ്പർ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ്. സൂപ്പറായിട്ടുണ്ട്. ശരിക്കും ആ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചപ്പോഴാണ് തോന്നുന്നത് കേട്ടോ, നല്ല ടേസ്റ്റ്. അറിയില്ലേ, ഒരെണ്ണം കൂടെ ഉണ്ട് തിന്നണം തന്നെ. ആളുകളെ അടിച്ചോടിക്കും, അതുകൊണ്ട് അവർ കഴിച്ചോട്ടെ. അപ്പൊ എല്ലാവരും പരീക്ഷ നോക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.